നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ച് പരിശോധിക്കുന്നതിൽ തടസ്സമില്ലെന്ന് ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. കുടുംബത്തിന്റെ ഹർജിയിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ പ്രതികരിച്ചു. ഹൈക്കോടതി നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിൽ നാളെ കല്ലറ പൊളിച്ച് പരിശോധിക്കാനാണ് സാധ്യത. കല്ലറ പൊളിക്കാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. വാദം തുടങ്ങിയപ്പോൾ തന്നെ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാൻ കല്ലറ പൊളിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ടത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിനെന്തിനാണ് പേടിയെന്നും കോടതി ചോദിച്ചു. ഇതുവരെ മരണ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ലെന്നും തുടർ നടപടികൾ ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും മകൻ സനന്ദൻ. മരണ സർട്ടിഫിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. അതിനി തന്നെ എടുക്കുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് മരണപ്പെട്ടെന്ന് ചോദിച്ചു. അത് തെറ്റാണത്. എൻ്റെ അച്ഛൻ സമാധിയായതാണ്. ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇതാണ്. അവരൊരു തീരുമാനം എടുക്കട്ടെ. ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ എത്രയും വേഗം കല്ലറ പൊളിച്ച് പരിശോധിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ച് സുരക്ഷ ഉറപ്പാക്കി വേഗത്തിൽ തന്നെ കല്ലറ പൊളിച്ചേക്കും. ഇതിലൂടെ കേസിലെ ദുരൂഹതകൾ നീക്കാം എന്ന പ്രതീക്ഷയിലാണ് പോലീസ്. 24 തിരുവനന്തപുരം.